നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ നാവിലൂടെ വെളിയിലേക്ക് നിർഗളിക്കപ്പെടുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, ആ സമയം മുതലാണ് നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. വിശുദ്ധമായ പ്രവാചകന്റെ ചരിത്രത്തിലൂടെ കടന്നു പോയാൽ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ താമസിച്ചിരുന്ന ജീവിതത്തിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ശത്രുപക്ഷത്തിന് അല്ലമീനാണ്, റസൂലുള്ളാഹി അസ്വാദിഖാണ്, ജീവിതത്തിലെ കളവ് പറഞ്ഞിട്ടില്ല, അസത്യത്തിന്റെ ലാഞ്ചന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വത്തിന് മുമ്പും പിമ്പും പ്രവാചകന്റെ നാവിലൂടെ കടന്നു വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കൂടുന്നത് എപ്പോഴെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമ നിങ്ങളുടെ നാവിലൂടെ പറയുന്നത് മുതലാണ് ശത്രുപക്ഷത്തു നിന്ന് നിങ്ങൾക്ക് അക്രമങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്, രാജ്യത്തു നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുന്നത്, നിങ്ങളുടെ പൗരത്വം ചോദിക്കപ്പെടുന്നത്, പ്രയാസത്തിന്റെയും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോവേണ്ടി വരുന്നത്. അതല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രവാചകൻ തങ്ങൾ ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക് കടന്നു ചെന്നു. വിശുദ്ധമായ ഖുർആൻ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് നിന്റെ അടുത്ത കുടുംബാദികളോട് വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയേ, മുന്നറിയിപ്പ് നൽകൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പ്രവാചക ദൗത്യത്തിന്റെ പ്രഥമ പടിയിലൂടെ കടന്നു പോവുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാ. അല്ലാഹയാണ് ഏകനെന്ന് പറയുകയാണ്, ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആ സമയത്ത് പ്രവാചകൻ ജബൽ അബൂ ഖുബൈസിന്റെ ചാരത്ത് എല്ലാവരെയും പ്രവാചകന് സംഗമിപ്പിക്കുകയാ. അതുവരെ അവർ പറഞ്ഞത്, നബിയേ, അവിടുന്ന് അല്ലമീനാ നബിയേ, അവിടുന്ന് അസ്വാദിഖാ നബിയേ, കളവ് പറഞ്ഞിട്ടില്ല, അസത്യത്തിന്റെ ലാഞ്ചന അവിടുന്ന് നിന്റെ നാവിലൂടെ വെളിയിലേക്ക് കടന്നു വന്നിട്ടില്ല നബിയേ, അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ ആളുകളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പ്രവാചകൻ തങ്ങൾ വിശുദ്ധമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ, അതുവരെ അബൂജഹൽ ഉണ്ടായിരുന്നു, ഉത്ബത്ത് ഉണ്ടായിരുന്നു, ശൈബത്ത് ഉണ്ടായിരുന്നു, മുഗീറത്ത് ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടെ മുമ്പ് പോലും അല്ലാഹുവിന്റെ റസൂലിനോട് അവർക്ക് ദേഷ്യമില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് അവർക്ക് കോപമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വസംഹിത പ്രവാചകൻ പറഞ്ഞു കൊടുത്തപ്പോ, ആ സമയത്ത് അല്ലമീൻ എന്ന് പറഞ്ഞവന്റെ നാവുകൊണ്ടാ പറഞ്ഞത്, തബ്ബല്ലക